ഗുഡ് മോർണിംഗ്. ഹായ് ഫ്രണ്ട്സ്, അജിൻ്റെ പ്രിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല കാറ്റും ചെറിയ കാറ്റ്, നല്ല കുളിരുള്ള കാറ്റ്, നല്ല തണുപ്പുള്ള കാറ്റുണ്ട്. അപ്പോൾ അതൊക്കെ ഈ എണീറ്റു. ഇന്നലെ ഇത്തിരി ലേറ്റായി. നമ്മൾ ഒരു സ്ഥലം വരെ പോയിക്കായിരുന്നു. പിന്നെ നോക്കും, നമ്മുടെ വീട്ടിൽ നിറച്ച് കണിക്കൊന്നങ്ങനെ വീണ് കിടക്കട്ടാ, പൂ തുലഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട്, ധാരാളമുണ്ട്. കാട് പിടിച്ചോണങ്ങനെ പൂവ് ഇങ്ങനെ കാട് പിടിച്ച് നിൽക്കാന്ന് പറയില്ല, അതേപോലെ ഉണ്ടായിട്ടുണ്ട്. മുറ്റം നിറയെ പൂക്കളാണ്, എപ്പോഴും പൂക്കളാണ്. നമ്മൾ ഈ ചവറടിച്ചു പോയാലും ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. അത് കാരണം നമ്മൾ ചവറടിക്കലൊക്കെ വളരെ കുറവാണ്. ചവറടിക്കും, അതല്ല മുറ്റടിക്കും, പക്ഷെ ഇഷ്ടം പോലെ പൂക്കളാണ്. ഇന്നലെ നമ്മളൊരു സ്ഥലം വരെ പോയിക്കായിരുന്നു പറഞ്ഞില്ലേ. ഒരു സിനിമ കാണാനായിട്ട് പോയതാണ് ഞങ്ങൾ. സിനിമ എന്ന് പറയുന്നത് സംഭവം എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് കേട്ടോ കാണാൻ പോയത്. അത് എന്താ പറയുക വെച്ചാൽ, ഒരു റിവ്യൂ കണ്ടിട്ട് കല്യാണിയിലെ കല്യാണിയുടെ കല്യാണി എന്ന് വെച്ചാൽ വേബായ് കല്യാണി അല്ലേ, ഒരു അങ്ങനെ തന്നെയല്ലേ. പക്ഷെ എനിക്കറിയാം, എനിക്കിഷ്ടമാണ് കല്യാണിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, നല്ലതാണ്. അപ്പോൾ കല്യാണി പറഞ്ഞു കല്യാണിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സിനിമയാണ്, നല്ല പടമാണ്, ഭയങ്കര ശബ്ദവും അതൊക്കെ ആയിട്ട് ചിലവർക്ക് ഇഷ്ടമാവും. പക്ഷെ കല്യാണി തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു, സീറ്റിലൊന്നും ആരും ഇല്ല എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞങ്ങൾ ചെന്നപ്പം ഞാൻ അങ്ങനെ ചേട്ടാ അങ്ങനെ നല്ല പടമാണെന്നൊക്കെ പറയുന്നുണ്ട്, നമുക്കൊന്ന് പോണേ എന്നൊക്കെ പറഞ്ഞു. നമ്മളങ്ങനെ ഇതായിട്ട് അപ്പോൾ ശരി ചേട്ടൻ പറഞ്ഞു, ഇല്ലില്ല വേണ്ട പറഞ്ഞു. ആദ്യം ഇല്ല പൂർണ്ണില്ല അങ്ങനെ കാണാം. അതിന് ചേട്ടൻ പറഞ്ഞു ഓഫീസിൽ ചെന്നപ്പോൾ കൊളീഗ്സിനോട് പറഞ്ഞിട്ട് അവരൊക്കെ പോകുന്നുണ്ട്, സംഭവം ഇങ്ങനെ ചിലർ പറയുന്നു നല്ല പടമാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ചെയ്തു, ശരി നമുക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഒരു എന്താ പറയുക 5:15 എന്നെ വിളിച്ചു പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു സിനിമയുണ്ട്, നമുക്ക് പോവാം, ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, വേഗം പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബുക്ക് മൈ ഷോ എടുത്തിട്ടാണ് ബുക്ക് ചെയ്യാറ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞ വഴിക്ക് ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് റെഡി. അപ്പോൾ എന്നിട്ട് ചെന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ തിരക്കൊന്നുമില്ല. പറഞ്ഞ പോലെ കല്യാണി കാണാൻ പോയ സമയത്തുണ്ടായിരുന്ന തിയേറ്റർ പോലെ തന്നെ ആ സമയത്തുള്ള പോലെ തന്നെ ആൾക്കാരൊന്നുമില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് 1-2 പേര്, മൊത്തത്തിലൊരു 50 പേരുണ്ടാവുമായിരിക്കും ഞങ്ങൾ പോയ ദിവസം. എന്നിട്ട് എന്തോ സിനിമയൊക്കെ തുടങ്ങി. സ്റ്റാർട്ടിങ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ല. ചുരുളി നമ്മൾ ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു മൂവി മുൻപ് കണ്ടിട്ടുള്ള പോലെ എനിക്ക് ചുരുളി എന്തോ പറഞ്ഞിട്ടുള്ളൊരു പടം, ജോജുവിൻ്റെ അതിൻ്റെയൊക്കെ ഒരു വേറൊരു രൂപം, അതിൻ്റെയൊക്കെ പോലത്തെ ഒരു വേറൊരു കഥ വേറെ, കാട് തന്നെ. നമുക്കൊരു ഭയമുണ്ട് കാടിനുള്ളിൽ, നമ്മൾ പറയല്ലേ കാടിനുള്ളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു, പിന്നെ നമ്മൾ എനിക്ക് എന്താ സത്യം പറയാലോ, സംഭവം എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. എന്നാലും ഒരു എന്താ പറയുക, കുറേ ആൾക്കാർ കാടിനുള്ളിൽ പെട്ടിട്ട് എന്താണ് സംഭവം, എന്തൊക്കെയാണ് ആ ഒരു പ്രേതത്തിന് പാർട്ട് 1 അധ്യായം 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല. ചേട്ടനങ്ങ് ദേഷ്യം വന്നിട്ട് എന്നോട് വേണ്ട പറഞ്ഞിട്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു വാക്കിൻ്റെ പുറത്താണ് ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഓഫീസിലെ പിള്ളേരൊക്കെ പോകുന്ന സമയത്ത് ചേട്ടൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. ചേട്ടനും എന്നെ അങ്ങോട്ട് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഞാനൊരു 5 മണി ആയപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ്സൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ അത് കഴുകിയിടാൻ നിൽക്കുന്ന സമയത്താണ് ചേട്ടൻ വിളിച്ചത്. അപ്പോൾ വേഗം തന്നെ എന്താ പറയുക, ഞാൻ ഹെന്നയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാൻ ഹെന്നയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകിക്കളഞ്ഞ് എന്താ പറയുക, ഒരു 5 മിനിറ്റ് എടുത്തില്ലേ. സിനിമയല്ലേ, തിരക്ക് പിടിച്ച് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ ചേട്ടനെ കൊന്നുകളയാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. കൊല്ലും എന്ന് വിചാരിച്ചു ഞാൻ. അതേപോലത്തെ ദേഷ്യം അങ്ങനെയല്ല. ചിലവർക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. ചിലവർക്കൊന്നും അത് തീരെ ഇഷ്ടമായിട്ടില്ല പറഞ്ഞു. പിന്നെ ആദ്യമൊക്കെ സ്റ്റാർട്ടിങ് ഒന്നും പിന്നെ അങ്ങോട്ട് സിനിമ മൂവ് ചെയ്യുന്നില്ല എന്ന് തോന്നി. അതാണല്ലോ അതിൻ്റെ ഒരു
കഥ എന്ന് പറയണത് അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ എന്താ പറയുക, പുതിയ ആൾക്കാർ എനിക്കിഷ്ടമായിട്ടില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായി. അതായത് ഞാൻ പറഞ്ഞു, ചേട്ടാ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. ഒന്നും ഉണ്ടാക്കണില്ല, ഒരു സാധനം പേടിക്ക്. രണ്ട് ഫുഡൊന്നും വാങ്ങി തന്നില്ല. എന്നാ ഫുഡൊന്നും വാങ്ങിച്ചു തരാണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ പൊട്ട പടാന്ന് പറഞ്ഞിട്ട് ആള്. ചിലവർക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഇഷ്ടമൊക്കെ ആയി. ഇങ്ങനെ നമ്മളും കാടിനകത്ത് പെട്ട പോലെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ലേ, നമുക്കൊരു ഫീലിങ്സ് വരുമല്ലോ. നമ്മുടെ കാടിനകത്ത് നമ്മൾ വന്ന് വിടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും വിഷമമൊക്കെ ഉണ്ടാവുമല്ലോ. തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും അല്ലേ? അങ്ങനെയാണ്. അല്ല, അതായിരിക്കും കഥ വരേണ്ടതായിരിക്കും. ഒരു നമ്മളൊരു സ്ഥലത്തൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും, എനിക്കിങ്ങനെ ചെറിയ ചെറിയ വഴികളിലൂടെയൊക്കെ പോകുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഏതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ സിനിമയിലായാലും നമ്മൾ വാർത്തകളിലിങ്ങനെ കുഞ്ഞു വഴികളല്ലേ, പുറം നാടുകളിലൊക്കെ പോകുമ്പോൾ ഗട്ടുകൾ എന്തൊക്കെയോ പറയല്ലേ, അതിലൊക്കെ ആൾക്കാർ പോകുമ്പോൾ അവരങ്ങനെ പിടിച്ചു വീടിനകത്ത് കൊണ്ടുപോയി നമ്മളെ പറഞ്ഞു വിടാണ്ടിരിക്കും. അങ്ങനെയൊക്കെ സങ്കല്പങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. ഒരു സങ്കല്പങ്ങളിലേക്കൊക്കെ ഞാൻ വരും. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പടങ്ങളൊക്കെ കണ്ടു. അപ്പം ഇന്ന് ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ തൊട്ട് കഴിഞ്ഞ് 9:30 തൊട്ട് 5:30 വരെയൊക്കെ ഓഫീസ് ടൈം. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഫുഡ് ഉണ്ടാക്കിയാലും മതി. ഇപ്പോൾ 7 മണി ആവുന്നേ ഉള്ളൂ. അപ്പം ഞാൻ സത്യം പറയല്ല, ഞാൻ ഇപ്പോൾ എണീറ്റ് വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു സുഖക്കുറവൊക്കെ ഉണ്ട് എനിക്ക്. നല്ല രസമുള്ള പടം കാണാമെന്ന് വിചാരിച്ചിട്ട് പോയിട്ട് എന്താ പറയുക, ഒരു രസമില്ല. അന്ന് നല്ല രസമുണ്ട്, ഇഷ്ടമുള്ള ചിലവർക്ക് നല്ല ഇഷ്ടമാവും. എന്താ സംഭവം എന്ന് ആ ഒരു അങ്ങനെയുള്ള നമുക്കൊരു ചിലവർക്ക് ഇഷ്ടമാവും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ശബ്ദം ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എന്താ പറയുക, നല്ല പടമാണെന്ന് ചോദിച്ചാൽ നല്ല ചില ഭാഗങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു ക്യൂരിയോസിറ്റി, അടുത്ത നെക്സ്റ്റ് എന്താ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു അബദ്ധത്തിൽ പോയതാണെന്നാണ് ചേട്ടൻ പറയണത്. ചേട്ടൻ പറയും ഇന്ന് പോയാൽ മതി, അതായത് നാളെ പോയാൽ മതിയായിരുന്നു, പിള്ളേർ പോയി കണ്ടു കഴിഞ്ഞതിന് ശേഷം നാളെ പോയാൽ മതിയായിരുന്നു, ഞാൻ നിൻ്റെ വാക്ക് കിട്ടി മാത്രമാണ് ടിക്കറ്റ് എടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വീരവാദമായിരുന്നു. പെട്ടുപോയി എന്നാണ്. ഇപ്പം ഞാനും കൂടി പെട്ട പോലെ ഞാൻ ഇപ്പോൾ കണ്ണടയിലേക്ക് അടക്കം നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ട്, കൊതു ഒന്നിരിക്കുന്നതുണ്ട്. ഞാൻ ഈ ഒരു മുടിയുടേത് ഞാൻ ചെയ്തിട്ടുള്ള ഹെന്ന ഇട്ടു. അപ്പം അതിൻ്റെ ഇതും കൂടി നോക്കുകയാണ് കേട്ടോ. ഇത്രയും നാൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നില്ലേ, നല്ല റെഡിഷ് കളറായിട്ടിരിക്കുന്നത് കണ്ടോ. ബാക്കിലും അങ്ങനെ തന്നെയാണ്. അവിടെ എൻ്റെ മുടിയുടെ ചില ഭാഗങ്ങളൊക്കെ നല്ല റെഡിഷ് കളറുകളൊക്കെ വന്നിട്ട് കളർ ചെയ്ത പോലെ ആയിട്ട് ഇരിക്കണം. അപ്പം നല്ല കാറ്റുണ്ടെന്ന്, നല്ല കാറ്റുള്ള ഒരു സമയമാണ്. എന്താണെന്നറിയില്ല, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കാറ്റത്തൊക്കെ നമ്മളിങ്ങനെ നടന്ന് ഇടയ്ക്ക് എൻ്റെ കൈ കഴക്കുന്നുണ്ട് കേട്ടോ, കൈയൊക്കെ കഴക്കുന്നുണ്ട്. ഇവിടുത്തെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ഈ അമ്പലത്തിൽ തൊട്ട് ആ വീടിൻ്റെ മഞ്ഞ വീടിൻ്റെ അപ്പുറത്ത് ക്ഷേത്രമാണ്, കുടുംബക്ഷേത്രം. അവിടെ ശാസ്താവും ഭഗവതിയും ഗണപതിയും ഒക്കെ ഉണ്ട്, ബാല്യ ശാസ്താവ്. അപ്പോൾ ആ ഒരു ശബ്ദമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വെറ്റില ചേട്ടൻ നനയ്ക്കായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എൻ്റെ അടുത്ത്, ഞങ്ങൾ നിന്നോട് പറഞ്ഞിട്ട് നീ കൂട്ടാക്കാണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ചേട്ടന് ദേഷ്യമാണ് ആ ശബ്ദം. ദേഷ്യമായി സിനിമയും കാര്യങ്ങളൊക്കെ ദേഷ്യം. നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. എന്തെല്ലാം ദേഷ്യപ്പെടണം? സിനിമ കാണണമെങ്കിൽ നമ്മൾ നല്ലപോലെ സിനിമ കാണണം, ഇഷ്ടമായി കാണാറുണ്ടെങ്കിൽ ഇഷ്ടപോലെ സിനിമ കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടും ദേഷ്യപ്പെടാണ്ടും നമുക്ക് നമ്മുടെ ഒരു സിനിമ വന്നു, അത് നല്ല പടമാണ്, നമ്മൾ എന്താ പറയുക, കുറച്ച് നല്ല പുതിയ ആൾക്കാരുകൾ, അതായത് ചെറുപ്പം ആൾക്കാരുകൾ അഭിനയിക്കുന്ന നല്ല പടങ്ങൾ, ചെറുപ്പം നമ്മൾക്ക്
ഒരുപാട് വലിയ സ്റ്റാർ വാല്യൂ ഒന്നും അധികം ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ നല്ല അങ്ങനെയുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ, അതൊക്കെ വേണം. ചിലവർക്ക് ഇഷ്ടമാവും കേട്ടോ അത്. നമുക്ക് എന്താ പറയുക, ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല അതുള്ള കാര്യം പറയാമല്ലോ. വെറുതെ എന്തെല്ലാം നമ്മൾ കളതരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേട്ടൻ എന്നെ കൊല്ലുന്ന കളയും തോന്നി. അതേപോലെ ദേഷ്യമായിരുന്നു. അവരുദ്ദേശിക്കുന്നതൊന്നുമില്ല, പൈങ്കിളിയോ സിറ്റുവേഷൻസോ ഒന്നുമില്ല, പൈങ്കിളി സിറ്റുവേഷൻസൊന്നുമില്ല. പ്രേതകഥ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങളുടെ ഒരു പോക്ക്. അപ്പോഴേ അങ്ങനെ ആട്ടെ കേട്ടാ. അജിൻ്റെ പ്രിസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ ബൈ ബൈ. ഞാൻ ഈ റിവ്യൂ പറയാനായിട്ട് വന്നതാണ്. കുറച്ച് അത് രസമാണല്ലോ നമുക്ക് കേൾക്കാനൊക്കെ. അപ്പോൾ ശരി കേട്ടോ. അങ്ങനെ സിനിമയ്ക്ക് പോയി ഒരു കഥ പറഞ്ഞതാണ് ഞാൻ.